സോ ഹലോ ഗായ്സ്, റൈച്ചൂർ വില്ലേജിലെ കാഴ്ചകളാണ്. ഓക്കെ, ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒട്ടുമിക്ക ബിരിയാണിയും പച്ച കളറായിരിക്കും. ഫോട്ടോഷൂട്ട് നടത്തും. അപ്പൊ ഞാൻ കള്ളനാണ്, മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ് രാത്രി. പുറത്തിറങ്ങി വന്നപ്പോ നേരം വെളുത്തിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു പട്ടി പോണ്ട് കണ്ടോ. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി വ്ലോഗ്സ്. അപ്പൊ കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിക്കോ, റൈച്ചൂരിലെ ഒരു വില്ലേജിലോട്ട് പോവാന്ന്. ഞാൻ പെട്ടെന്ന് കേട്ടത് റൈസ്റ്റാർ എവിടെയോ വില്ലേജിലോട്ട് വന്നിട്ടുണ്ട്, പെട്ടെന്ന് കാണാൻ പോകാന്നായിരുന്നു. പക്ഷെ അതല്ല, റൈച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വില്ലേജിലോട്ടാണ്. അപ്പൊ അധികം ഡ്രസ് ഒന്നും എടുത്തില്ല, 2 ഡ്രസ് എടുത്തു, ബൈക്ക് എടുത്തു, നേരെ വന്നു. അപ്പൊ ഞാൻ പെട്രോളൊക്കെ അടിച്ച് സെറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി കൂട്ടുകാരൻ വന്നിട്ട് വേണം ഇവിടുന്ന് ഒരുമിച്ച് പോകാനായിട്ട്. സോ അവനെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പൊ ഇനി ഈ വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് റൈച്ചൂർ വില്ലേജിലെ കാഴ്ചകളാണ്. ഓക്കെ, ചലോ. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെറുക്കൻ എത്തിയിട്ടുണ്ട് R15. അപ്പൊ ഇനി ഇപ്പുറത്തോട്ട് വരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോകുന്നു. അങ്ങനെ ചെറുക്കൻ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങള് ഒരുമിച്ച് സംസാരിച്ച് നമ്മൾ ഒരുമിച്ച് പോകുന്നതായിരിക്കും. സോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ഇറങ്ങി, റൈച്ചൂർ എത്തിയിട്ടില്ല. സോ നമ്മള് ഇടയ്ക്ക് വെച്ചൊന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു, ചെറുതായിട്ട് ഉറക്കം വരുന്ന പോലെയൊക്കെ. അതുകൊണ്ടൊരു ചായയൊക്കെ കുടിച്ച് നല്ല പോവാന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നതായിരിക്കും. സോ ഹേ ഗൈസ്, അപ്പോ നമ്മളിപ്പോ റൈച്ചൂർ എത്തിയിട്ടില്ല. ഇനിയും ഇവിടുന്ന് ഒരു 216 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാ. രാത്രി ഒരു 11-11:30 ആയി. അപ്പോ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇറങ്ങിയത് നേരം വൈകിട്ടായിരുന്നു. അപ്പോ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുക. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങാനാണ് പ്ലാന്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂർ ആവും തോന്നുന്നു. കാരണം 216 കിലോമീറ്റർ ഉണ്ട്. സോ 2 മണിക്കൂറിൽ എത്താം, നോക്കാം. അവനാണെങ്കിൽ മെല്ലാണ് ഓടിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം. ഞാൻ അവിടെ 4 ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ പുള്ളി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ബിരിയാണി ഇല്ലെന്നാണ് തോന്നുന്നത്, അറിഞ്ഞൂടാ, എന്താ നോക്കാം. ഇല്ല, ബിരിയാണി ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മള് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ബിരിയാണി കേട്ടോ. ഇവിടുത്തെ ഒട്ടുമിക്ക ബിരിയാണിയും പച്ച കളറായിരിക്കും. എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഒട്ടുമിക്ക ബിരിയാണിയും പച്ച കളറായിരിക്കും. എന്തായാലും നോക്കാം, കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയാൻ വിട്ടുപോയി ബിരിയാണി കണ്ടപ്പോഴേ. എന്റെ ഒരു ഇത് പോയി, കാരണം വിശക്കുണ്ടായി. അപ്പൊ ബിരിയാണി കണ്ടപ്പോ ഞാൻ വിട്ടുപോയി. അപ്പൊ ഇവിടുത്തെ ഒട്ടുമിക്ക ബിരിയാണി പച്ചക്കളറായിരിക്കും. എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഒന്നും അറിഞ്ഞൂടെ. ഞാൻ തുമ്മ നോക്കിയിട്ട് ഞാൻ അങ്ങനെ പറയാം. മധുരമാണോ, ടേസ്റ്റ് ആണോ, എരിവാണോ, ഉപ്പും പുളിയാണോ. നല്ല ചൂടുണ്ട്. ഉള്ളില്ല കേട്ടോ, ഇല്ല. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ബിരിയാണി ഉള്ളില്ല എന്താ പറയാ. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, കളറാണ് കളർ. അതേപോലെ ടേസ്റ്റ് അത്ര ഇതായിട്ടില്ല, നന്നായിട്ടില്ല. അപ്പൊ ഇതേ കിട്ടുള്ളൂ. ലക്ഷറി ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് കഴിച്ചിട്ട് പോവാം. സോ അപ്പൊ നമ്മള് ഇവിടുത്തെ ലാസ്റ്റ് കസ്റ്റമർ ആയിരുന്നു. അവര് കടയൊക്കെ അടച്ചു പൂട്ടി. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പൊ ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങുവാണ്. ഇനി അടുത്ത് എവിടെയെങ്കിലും നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. 12 seconds later. അങ്ങനെ നമ്മളിപ്പോ വീണ്ടും കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 160-150 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനിയും ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോകുന്ന വിചാരിച്ചു. അപ്പോൾ ഏതോ കാട്ടിന്റെ ഉള്ളിലാണ്. സോ അപ്പുറത്തൊക്കെ കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഹൈവേ തന്നെയാ. നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാക്സിമം നൈറ്റ് ട്രാവൽ ചെയ്യുന്നത് മാക്സിമം ഞാൻ ഒഴിവാക്കാറുള്ളതാണ്.
ഇതിപ്പോ ഇവന്റെ പ്ലാൻ ആയതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ അങ്ങനെ വന്നേ ഉള്ളൂ. ഇവന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞ ഒരു 5-6 മണി ആ സമയമാകുമ്പോൾ ഇറങ്ങിയിട്ട് ചിത്രദുർഗയില് ഇവിടെ ഇവന്റെ ആരോ പരിചയത്തിലുള്ളവരുടെ സ്റ്റേ എടുത്തിട്ട് പിന്നെ രാവിലെ ഇറങ്ങാന്നുള്ള പ്ലാനായിരുന്നു. ഇവൻ വന്ന തന്നെ രാത്രി 8 മണിയായിരുന്നു. എന്നിട്ട് പിന്നെ അവൻ വന്നിട്ട് പിന്നെ നടുക്ക് വെച്ച് പ്ലാൻ മാറ്റി. ചിത്രദുർഗയില് സ്റ്റേ വേണ്ട, ഇവിടെ ഏതോ ഹിരിയൂർ എന്ന് പറഞ്ഞ എവിടെ എങ്ങാണ്ട് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നോക്കാം, എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. വേറെ ഒരു കാര്യം കാണിച്ചു തരാം. റെസ്റ്റ് എടുക്കാനാണ് നിർത്തിയത്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിട്ടോ. വണ്ടി വെച്ചിട്ടൊക്കെ ഫോട്ടോഷൂട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നു. എന്തായാലേ കൊള്ളം കേട്ടാ. അറിയാത്ത പോലെ ഏതാ നോക്ക്, അറിയാത്ത പോലെ നടന്നു. இதயமே இவளிடம் உருகுதே. ஐயோ இங்க பாருங்க சார், ஒரே ஃபைட்டிங்களா இருக்கு சார். சார் ഡ്രസ് മാറ്റി വേറെ ഷർട്ട് എടുത്തിട്ട് ഫോട്ടോയും വീഡിയോയും. ഇനി അടുത്ത ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് വേറെ ഡ്രസ് ഇട്ടിട്ടാണ്. അപ്പോ ചെക്കൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് നെക്സ്റ്റ് ഫോട്ടോഷൂട്ട് ആയിരിക്കും. ഓക്കെ, എത്ര മണിക്ക് ഫോട്ടോഷൂട്ട്? സോ ഹലോ ഗൈസ്, അപ്പൊ ഞാൻ കള്ളനാണ്, മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ് രാത്രി. അപ്പൊ എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? അപ്പൊ ഞാനൊന്നും തിരിച്ചറിയില്ല. അപ്പൊ ഞാൻ ഇനി കുറച്ച് മോഷണങ്ങൾ ചെയ്തിട്ട് വരാം. ഏത് മോഷണങ്ങൾ? അവിടെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, മോഷ്ടിക്കാം. நீனே ஒரு பைத்தியம்டா. நீயே ஒரு மென்டல் ஆஸ்பத்திரியில் போய் அட்மிட் ஆயிடு. நீயவே நான் ஒரு பைத்தியங்க அப்படி நீனாவே போய் சொல்லு டாக்டர்கிட்ட. പൈത്യം ആയിട്ട് இருக்கேன், கொஞ்சம் கொஞ்சம் എന്നെ சேர்த்துங்கன்னு சொல்லு. ഫുൾ പ്രിപ്പറേഷനിലാണ്. ഇനി എന്നെ തിരിച്ചറിയില്ല. കയ്യില് ഗ്ലൗസ് ഒക്കെ ഇടും, ഫിംഗർ പ്രിന്റ് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഗ്ലൗസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ സെറ്റ് മോഷ്ടിച്ചിട്ട് സരി കാണിച്ചില്ല. എടുത്തല്ല, അതാണ് റെസ്റ്റ്. ഫോട്ടോഷൂട്ടും കഴിഞ്ഞു, റെസ്റ്റും കഴിഞ്ഞു, നേരെ പോവാ. ഇപ്പൊ ചായ കുടിക്കാം. ചേട്ടനൊന്നും വേണ്ട, ചായ വാങ്ങിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. നീ ഇവിടുന്ന് പോ, ചായ വാങ്ങിട്ട്. സോ ഗൈസ്, അങ്ങനെ ഇപ്പോ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോ നല്ല ഉറക്കം വരുമായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. അപ്പോ ചായ കുടിച്ചിട്ടൊന്ന് ബാത്റൂമിലേക്കൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നാണ്. അപ്പോ ഒരു ചായ കുടിച്ച് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും വെളുത്തു, നേരം വെളുത്തു. കണ്ട, ഇരുട്ടായിരുന്നു. ബാത്റൂമിലേക്ക് പോകുമ്പോ ഇരുട്ടായിരുന്നു, പുറത്തിറങ്ങി വന്നപ്പോ നേരം വെളുത്തിരിക്കുന്നു. എന്താലേ ഓരോരോ അത്ഭുതങ്ങളെ. അത്ഭുതം എന്നല്ല പറഞ്ഞൊരു 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഇരുട്ട് മാറി നേരം വെളുത്തു. അപ്പൊ ഇനി ഇവിടെ നിന്നൊരു 80 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നേരെ വീട്ടിൽ പോണു, കുറച്ചു നേരം കിടന്നുറങ്ങണു, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് കാണാം. ಯಾವ್ದು ತುಂಗಭದ್ರಾ ಡ್ಯಾಮ.
ತುಂಗಭದ್ರಾ ಡ್ಯಾಮ್ ಆಣತ್ರ ಇದು. ನೋಡು ಎಂಡೆ ಕಾಣಿಸಲ್ಲ. ಇದು ಡ್ಯಾಮ್ ಅಲ್ಲಿ ಇಷ್ಟೊಂದು ದೊಡ್ಡದಾಗೈತೆ. ಒಳ್ಳೆ ಸಮುದ್ರ ಇದ್ದಂಗೆ ಐತಲ್ಲ. ഇത് ഡാമാണ് ഇത്ര വലുതോ? നല്ലോണം വലുതോ? ಇಲ್ಲೆಲ್ಲ ಚೆನ್ನಾಗಿ ವಾಕಿಂಗ್ ಮಾಡಕ್ಕೆ ಅದಕ್ಕೆ ಇದಕ್ಕೆ ಅಂತ ಅಲ್ಲಿ ಆ ಕಡೆ ശരിക്കും പറഞ്ഞാൽ നല്ല വലുതാട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഡാമാണെന്ന്. പക്ഷെ ഇത് കാണുമ്പോ ഒരു സമുദ്രം പോലെയൊക്കെ തോന്നുന്നു. നല്ല വലുത്, എന്നാച്ച വലിയ സാധനം. അവിടെ മറ്റേ ബോട്ടിലൊക്കെ പോയിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്, വലയിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ മീൻ പിടിക്കാൻ അറ്റം കാണാനില്ലയോ? സമുദ്രം പോലെ ഉണ്ട് വലുത്. അല്ലേ ഔട്ട് ഹൗസാ താണ്ടോ സെന്ററിൽ ഇട്ടവരെ. ഇത് ഇവിടെ എന്തൊക്കെ പക്ഷി വരുമെന്ന് കാണിച്ചു തരാം. അതിന്റെ നടുക്ക് ഒരാള് ബൈക്കും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ബൈക്കും കൊണ്ടാ. പക്ഷെ ഇത് അത് അവര് മീൻ പിടിക്കുന്നവര് തോന്നുന്നുണ്ട്, വലയൊക്കെ വെച്ചിട്ടാ പോണേ. ഇവിടെ മീൻ പിടിക്കുന്ന ആളാ തോന്നുന്നു. ഇവിടെ എന്തൊക്കെ പക്ഷികൾ വരും എന്നുള്ളത് ബേർഡ്സ്. അവളെ എസറക്കട്ടയില് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? സോ അതേപോലെയാണ്. പക്ഷെ ഇത് അതിന്റെ 4 ഇരട്ടി വലുതാണ്. സമുദ്രം പോലെ. ഇതിന്റെ അറ്റം കാണുന്നില്ല. സോ ഈ ബേർഡ്സ് ഒക്കെ ഇവിടെ വരും എന്നാണ് ഇവര് ബോർഡ് ഇട്ടേക്കുന്നത്. കൊള്ളാല്ലേ? ഇത്രയും ബേർഡ്സ് ഒക്കെ വരുമോ? ഇതിലിപ്പോ അവിടെ വന്നിറക്കാന്ന് പറഞ്ഞാൽ ഇതായിരിക്കും തോന്നുന്നുണ്ട്. ഇതും ഇതൊക്കെ ആയിരിക്കും. ഓ ട്രെയിൻ. ഓ സീൻ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓ നോക്കിയ മലയുടെ ഇടയിൽ കൂടെ വരുന്നു. അതിലൊക്കെ പോവാൻ പറ്റിയ അടിപൊളിയായിരിക്കൂലേ? നോക്കി ಮಗ ಶಾಸಕರ ಹತ್ರ ಇದು ಅಲ್ಲ, ಶಾಸಕರ ಟ್ರೈನ್ ಗೊತ್ತಿಲ್ಲ ಮಗ, ಡೌಟ ನಮ್ಗಂತೂ. ಬೆಟ್ಟ ಪಕ್ಕದಲ್ಲಿ ಇದ್ರೆ ಹೋಗೋದು ಒಳಗಡೆ ಓಕೆ. ಎಲ್ಲೋ ಬೇರೆ ಕಡೆ ಬಂದ್ಬಿಟ್ಟಿದೀವಿ ಅನ್ನಿಸ್ತೈತಲ್ಲ, ಅಷ್ಟು ಮಸ್ತ್ ಆಗೈತೆ. ನನ್ಗೆ ಏನ್ ಗೊತ್ತಾ, ಇದು ಇನ್ನು ಹಂಪಿ ಆನೆಗುಂದಿದ್ಯಾ മറ്റേ വലിയ വലിയ ഫാൻ വെച്ചേക്കുന്നുണ്ടോ? ഒള്ളിയോ. അത് ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോ നമ്മള് ചെറുപ്പത്ത് മറ്റേ ഓലയും കൊണ്ട് കാറ്റാടി ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഓടി കളിക്കില്ലേ? സെയിം അതേപോലെ കാണും ദൂരെ നിന്ന് കാണുമ്പോ കേട്ടോ. നല്ല ചെറുതായിരിക്കും ദൂരെ നിന്ന് കാണുമ്പോ. നല്ല ഭംഗിയുണ്ട്. സെയിം ആ ഓലയും കൊണ്ട് ഇങ്ങനെ 3 ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മള് ചുറ്റി കളിക്കില്ലേ? സെയിം അതേപോലെ ഉണ്ട്. അപ്പൊ തുംഗഭദ്ര ഡാം എന്തായാലും കൊള്ളാട്ടാ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര വലുത്. ഇതിന്റെ അറ്റം കാണുന്നില്ല, കടല് പോലെ കാണുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നല്ലോണം മഴയൊക്കെ പെയ്ത് വെള്ളം ഇവിടം വരെ വെള്ളം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശരിക്കും കടലാണ് ഉറപ്പായിട്ടും. പക്ഷെ നല്ല ഭംഗിയുണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഇത്രയും ബേർഡ്സ് വരുമെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതില് കുറച്ച് ബേർഡ്സിനൊക്കെ ഞാൻ അവിടെ എസറക്കട്ട ലേക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? സോ അതില് കണ്ടായിരുന്നു. കാണാത്തവരൊന്നും അതിൽ പോയി കണ്ടുനോക്കാം. അപ്പൊ എന്തായാലും കൊള്ളാം. എന്തായാലും ഇവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. പക്ഷെ ഇതെന്തായാലും അടിപൊളിയായിരുന്നു. ആമാ. Guys! അതിന്റെ ഇടയ്ക്ക് ഒരു പട്ടി പോണ്ട് കണ്ടാ? അതിന്റെ ഇടയിൽ ഒരു പട്ടി പോണ്ട്. 2 പട്ടി, 3 അതിന്റെ ഇടയിൽ 3 പട്ടി പോണ്ട്.